ട്രൂഡോ സർക്കാർ ഭൂരിപക്ഷമില്ലാതെയാണ് കാനഡ ഭരിക്കുന്നത്. അവരെ പിന്തുണയ്ക്കുന്നത് സിഖ് നേതാവായ ജഗ്മീത് സിംഗിന്റെ നേതൃത്വം കൊടുക്കുന്ന NDP, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഈ ജഗ്മീത് സിംഗിന് ചില താല്പര്യങ്ങളുണ്ട്. അത് പ്രധാന താല്പര്യം സിഖ് ഭീകരരോടുള്ള താല്പര്യം തന്നെയാണ്. പരസ്യമായി സിഖ് ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സിഖ് ഭീകരരുമായി സന്ധിയിലാണ്. സിഖ് വംശജരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജഗ്മീത് സിംഗ് NDPയെ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചില ആവശ്യങ്ങൾ സിഖ് ജനസംഖ്യയിൽ വർധനയുണ്ടാക്കണം. ട്രൂഡോ കാനഡയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം സിഖുകാർക്ക് വളഞ്ഞ വഴിയിലൂടെ കാനഡയിൽ എത്താൻ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. ന്യൂ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ ഏത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കോളേജുകൾ തുടങ്ങാൻ അനുമതി കൊടുക്കുന്നു. അങ്ങനെ അനേകം കോളേജുകൾ തുടങ്ങുന്നു. നമ്മൾ മലയാളികൾ അടക്കമുള്ള പലരും അത് ഉപയോഗിച്ച് അവിടെ ചെന്നു. അവരിൽ പലരും ഇപ്പോൾ പട്ടിണിയിലാണ്. കാരണം അവിടെ തൊഴിലില്ല. ലക്ഷക്കണക്കിന് ആളുകൾ, കാനഡയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആളുകളാണ് ഈ പ്രൊവിഷനൂടെ അവിടെ എത്തിയത്. പക്ഷേ ഇത് മുതലെടുത്തത് സിഖുകാരാണ്. സിഖ് ഭീകരതയോട് താല്പര്യം കാട്ടുന്ന പലരും ഇതിൽ മുതലെടുത്ത് ചില മാഫിയകളുടെ പിന്തുണയോടുകൂടി അവിടെ എത്തി. അവരാരും പഠിക്കാൻ എത്തിയവരല്ല. അവരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബന്ധുക്കളുണ്ട്, സംരക്ഷിക്കാൻ സംവിധാനമുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് സിഖുകാരെയാണ് വളഞ്ഞ വഴിയിലൂടെ കാനഡയിൽ എത്തിച്ചത്. ഇത് വലിയ തോതിൽ കാനഡയ്ക്ക് തിരിച്ചടിയായി. തൊഴിലില്ലായ്മ ശക്തമായി പെരുകി, വീട് കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടായി, വാടക സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്തതുപോലെ ഉയർന്നു, സാമ്പത്തിക അവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു. അങ്ങനെ കാനഡയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അരാജകത്വം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു ട്രൂഡോ.